ലോക ഫുട്ബോളിൽ ഏറ്റവും പാരമ്പര്യമുള്ള ടീമുകളിൽ ഒന്നായ ഇംഗ്ലണ്ട്, പോരാട്ട വീര്യത്തിന്റെയും തന്ത്രപരമായ മികവിന്റെയും പ്രതീകമായ ക്രൊയേഷ്യ, ആഫ്രിക്കൻ ഫുട്ബോളിന്റെ അഭിമാനമായ ഘാന, മധ്യ അമേരിക്കയിൽ വളർന്നു വരുന്ന ഫുട്ബോൾ രാജ്യമായ പനാമ. ഗ്രൂപ്പ് എൽ സർപ്രൈസുകൾ നിറഞ്ഞതാണ്. ലോക ഫുട്ബോളിലെ ഏറ്റവും പാരമ്പര്യമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇംഗ്ലണ്ട്. ഫിഫ റാങ്കിംഗ് 4. 1966 ലോകകപ്പ് ജേതാക്കളായ 3 ലയൺസ് യുവതാരങ്ങളുടെയും പരിചയസമ്പന്നരായ കളിക്കാരുടെയും മികച്ച നിരയുമായി കിരീടം ലക്ഷ്യമിടുന്നു. വേഗതയേറിയ ആക്രമണവും ശക്തമായ മധ്യനിരയുമാണ് അവരുടെ കരുത്ത്. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ, റാഷ്ഫോർഡ്, ജോൺ സ്റ്റോൺസ്, ബെല്ലിംഗാം, പിക്ഫോർഡ് തുടങ്ങി വമ്പൻ താരങ്ങൾ ടീമിന്റെ വജ്രായുധങ്ങളാണ്. ഫോഡൻ, മഗ്വയർ, പാൽമർ തുടങ്ങിയ വമ്പൻ താരങ്ങളെ പുറത്തിരുത്തിയാണ് പരിശീലകൻ തോമസ് ടഫേൽ തന്റെ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചത്. ഗ്രൂപ്പ് ഘട്ടം ടീം അനായാസം മുന്നേറും എന്നാണ് പ്രതീക്ഷ. ജനസംഖ്യ കുറവാണെങ്കിലും ലോക ഫുട്ബോളിൽ വലിയ ശക്തിയായി വളർന്ന രാജ്യമാണ് ക്രൊയേഷ്യ. ഫിഫ റാങ്കിംഗ് 11. 2018 ലോകകപ്പിൽ ഫൈനലിൽ എത്തുകയും 2022 ലോകകപ്പിൽ 3ാം സ്ഥാനം നേടുകയും ചെയ്ത അവർ പോരാട്ട വീര്യത്തിന്റെ തന്ത്രപരമായ മികവിന്റെയും പ്രതീകമാണ്. വെറ്ററൻ താരം ലൂക്ക മോഡ്രിച്ച് ഈ ലോകകപ്പിലും ടീമിനായി കളത്തിലിറങ്ങും. പരിചയസമ്പന്നരായ ഇവാൻ പെരിസിച്ച്, ജോസ്ക ഗാഡിയോൾ, ഡൊമിനോ ലിവക്കോവിച്ച്, പീറ്റർ മൂസ തുടങ്ങിയ കരുത്തുറ്റ പ്രതിഭകൾ ഏത് വമ്പന്മാരെയും വീഴ്ത്തുന്ന പ്രകടനം കാഴ്ചവെക്കുന്നവരാണ്. ഗ്രൂപ്പിൽ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ പോരാട്ടം വാശിയേറിയതാകും. ആഫ്രിക്കൻ ഫുട്ബോളിന്റെ അഭിമാനമാണ് ഘാന. കരുത്തുറ്റ ശാരീരികക്ഷമതയും വേഗതയേറിയ കളിശൈലിയും ഘാനയെ അപകടകാരിയായ എതിരാളികളാക്കുന്നു. ഫിഫ റാങ്കിംഗ് 74. വലിയ ടീമുകളെ പോലും സമ്മർദ്ദത്തിലാക്കാൻ കഴിവുള്ള സംഘമാണ് അവർ. അന്റോണി സമന്യെ, ബെഞ്ചമിൻ അസാറെ, തോമസ് പാർട്ടെ, ബ്രണ്ടൻ തോമസ്, ജോർദാൻ അയ്യു തുടങ്ങിയ ആഫ്രിക്കൻ കരുത്തന്മാർ അവരുടേതായ ദിവസം ഏത് വമ്പന്മാരെയും കടപുഴക്കും. 2010 ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയ ഘാന യുവതാരങ്ങളും വേഗമേറിയ ആക്രമണ ശൈലിയും കൊണ്ട് എതിരാളികളെ അമ്പരിപ്പിക്കാൻ കഴിവുള്ള ടീമാണ്. എൽ ഗ്രൂപ്പിലെ അണ്ടർ ഡോഗാണ് പനാമ. 2018 ആദ്യമായി ലോകകപ്പ് കളിച്ച പനാമ ഇപ്പോൾ കൂടുതൽ പരിചയസമ്പന്നരായ സംഘവുമായി എത്തുകയാണ്. വലിയ ടീമുകളെ അട്ടിമറിക്കാനുള്ള ശ്രമമായിരിക്കും അവരുടെ ലക്ഷ്യം. ഫിഫ റാങ്കിങ്ങിൽ നിലവിലെ 33ാം സ്ഥാനക്കാരാണ്. ലോക ഫുട്ബോളിലെ വമ്പന്മാരോട് ഏറ്റുമുട്ടാൻ ഭയമില്ലാത്ത പോരാട്ട മനോഭാവമാണ് അവരുടെ പ്രധാന സവിശേഷത. ഫുട്ബോൾ വെറുമൊരു കളിയല്ല, രാജ്യങ്ങളുടെ സ്വപ്നങ്ങളും വികാരങ്ങളും ഏറ്റുമുട്ടുന്ന വേദിയാണ് ലോകകപ്പ്. ആ ആവേശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഗ്രൂപ്പാണ് ഗ്രൂപ്പ് എൽ. ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറും? കാത്തിരുന്ന് കാണാം. കൽപ്പന്തിന്റെ ലഹരി പടരട്ടെ. നന്ദി, നമസ്കാരം.